അമേരിക്കയിൽ ഇന്ത്യക്കാർക്ക് മാത്രമല്ല സംഘപരിവാറിനും സമയം അത്ര നല്ലതല്ല. ഈ US കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം USCIRF അവരുടെ ഒരു റിപ്പോർട്ട് ഈയിടയ്ക്ക് വരികയുണ്ടായി. അത് ഇവിടെ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നല്ല, കാരണം മീഡിയ എല്ലാം സംഘപരിവാർ അനുകൂലികളാണ്. ഇവിടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കം ചിലരാണത് ശ്രദ്ധിച്ചത്. പിന്നെ ഈ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ 6-7 വർഷമായിട്ട് ഈ കമ്മീഷൻ ഇന്ത്യയെ ഈ റിലീജിയസ് ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ, പ്രത്യേക ആശങ്കപ്പെടുത്തുന്ന ഒരു രാജ്യമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അവർ ശക്തമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ RSSനെ നിരോധിക്കണം, അതുപോലെ തന്നെ RSSൻ്റെ സ്വത്തുക്കളും മറ്റും കണ്ടുകെട്ടണം, പിന്നെ RSSുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇങ്ങോട്ട് വിസ കൊടുക്കുന്നത് അത് ഒഴിവാക്കണം. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയധികം ധൈര്യപൂർവ്വം ഈ കമ്മീഷൻ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് തന്നെ ഒരു വലിയ പ്രൊപ്പഗാൻഡ മൂല്യമുള്ള ഒരു കാര്യമാണ്. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നു, പിന്നെ അവർ വല്ല നടപടികളും എടുത്താൽ മാത്രമേ അതിന് എന്തെങ്കിലും പ്രസക്തിയുള്ളൂ. പക്ഷേ സാധാരണയായിട്ട് അങ്ങനെ നടപടികൾ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ. എന്തായാലും റിപ്പോർട്ടിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. ഈ അമേരിക്കയിലെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും അമേരിക്കയിലെ പൗരാവകാശത്തെപ്പറ്റിയൊക്കെ പറഞ്ഞാൽ മതി, കമ്മീഷൻ അന്വേഷിച്ചാൽ മതി, ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് ഇന്ത്യ അതിശക്തമായ മറുപടി കൊടുത്തത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ RSSനെതിരെ പറഞ്ഞു എന്നുള്ളത്, RSSനെതിരെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ രഹസ്യാന്വേഷണ ഏജൻസി RAW റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഈ 2 കൂട്ടർക്കെതിരെയാണ് പരാമർശമുള്ളത്. പിന്നെ ഈ 2 കൂട്ടരെയും നിരോധിക്കണമെന്നുള്ള രീതിയിലാണ് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ വന്നത്. അപ്പോൾ ഈ RAWവിനെ പറ്റിയുള്ള കാര്യം പറയുന്നത്, ഈ ട്രാൻസ്നാഷണൽ റിപ്രഷൻ, അതായത് രാജ്യാന്തര റിപ്രഷൻ, രാജ്യാതിർത്തി കടന്ന് ആളുകളെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കാനോ അവരെ നിയന്ത്രിക്കാനോ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണം. അത് ചൈനയ്ക്കെതിരെയായിരുന്നു മുൻകാലത്തുണ്ടായിരുന്നത്, ഇപ്പോഴത് ഇന്ത്യക്കെതിരെയും വന്നു. ഇപ്പം കാനഡയിലെ നിജ്ജാർ എന്ന് പറഞ്ഞ ആ കക്ഷി കൊല്ലപ്പെട്ടു. അതിൻ്റെ പിന്നിൽ ഇന്ത്യയാണെന്നാണ് ഈ RAWവും ഇന്ത്യയും ഒക്കെയാണ് എന്നാണ് ആരോപണമുള്ളത്. പക്ഷേ അതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് കനേഡിയൻ ഗവൺമെൻറ് പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ ഈ ഖലിസ്ഥാൻ നേതാവ് ഗുർബത്വന്ത് സിംഗ് പന്നൂൻ, അങ്ങേർക്കെതിരെ വധഭീഷണി ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പിന്നിലും ഇന്ത്യയാണ്, ഇന്ത്യൻ സംഘടനകളാണ് എന്നൊക്കെയായിരുന്നു ആരോപണം. അപ്പോൾ അതിൻ്റെ പേരിൽ ചെക്കോസ്ലോവാക്യയിൽ നിന്നൊരു കക്ഷിയെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അവിടെ വിചാരണ നടത്തുകയും ചെയ്തു. വിചാരണയിൽ അങ്ങനെ ചെറിയ കുറ്റമൊക്കെ സംബന്ധിച്ച്, കാരണം കൂടുതൽ വിചാരണയൊന്നും ഉണ്ടാകാതെ കൂടുതൽ അതൊരു ഒരു മാധ്യമ ശ്രദ്ധയിൽ വരാത്ത രീതിയിൽ ആ വിചാരണ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അയാൾ എത്രയോ വർഷം ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റങ്ങൾ മാത്രമാണ് അയാൾ അംഗീകരിച്ചിരിക്കുന്നത്, അയാൾ സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറമെയാണ് ഈ സംഘപരിവാറിൻ്റെ സംഘപരിവാറിൻ്റെ നയങ്ങൾ മൂലം, നടപടികൾ മൂലം ഇന്ത്യയിലെ മറ്റ് മതങ്ങളിൽപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങൾ ഹരിക്കപ്പെടുന്നു, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു, ശാരീരികമായിട്ടും മറ്റും ഉപദ്രവിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അത് പല രീതിയിൽ പല നിയമങ്ങൾ അതിനായിട്ട് കൊണ്ടിരുന്നു. ഈ ആൻറ്റി കൗ സ്ലോട്ടർ നിയമം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആൻറ്റി കൺവേർഷൻ നിയമം, ഇങ്ങനെയുള്ള ഓരോരോ നിയമങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് ഈ മൈനോറിറ്റീസിനെ അടിച്ചമർത്തുകയാണ്, മൈനോറിറ്റീസിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ്. ആ രീതിയിൽ അതുകൊണ്ട് അവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ തമാശയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ RSS സംഘടനകൾ, RSSുമായി ബന്ധപ്പെട്ട ധാരാളം സംഘടനകൾ അമേരിക്കയിലുണ്ട്. അവർക്കാർക്കും അങ്ങോട്ട് ഒരു മിണ്ടാട്ടമില്ലാത്ത ഒരവസ്ഥയായിപ്പോയി. കാര്യമായിട്ട് ആരും ഇതിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല. അവർ ഹിന്ദു പാക്ട് എന്ന് പറഞ്ഞൊരു സംഘടന പ്രതികരിക്കുന്നത് കണ്ടു. അപ്പോൾ അവരാണേലും വളരെ വളരെ മൈൽഡായിട്ടാണ് സംസാരിച്ചത്. അവർ പറഞ്ഞത് ഈ RSSനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള ഹിന്ദുക്കളെ അത് ദോഷമായിട്ട് ബാധിക്കും, ഇവിടെയുള്ള സംഘടനകൾ. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ആളുകൾ സംശയദൃഷ്ടിയോട് നോക്കും, അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്. അതിനു പുറമെ ഈ ഓരോ അമേരിക്കയിലുള്ള ഹിന്ദുക്കളൊക്കെ അവരുടെ ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധത തെളിയിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇങ്ങനെ മൊത്തത്തിൽ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് ഈ റിപ്പോർട്ട് ദോഷകരമാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇതല്ലാതെ ഈ അമേരിക്കയിൽ നമുക്കറിയാം നല്ലൊരു പങ്ക് ഹിന്ദു സംഘടനകളും ഈ RSSും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ഇപ്പം യാതൊരു
പിന്നെ വളരെ മതേതരരായ ആളുകൾ നയിക്കുന്ന സംഘടനകൾ പോലും നമുക്കറിയാം. അവരുടെ സംഘടനകളിൽ പോലും ഈ അവർ വിളിക്കുന്ന ആരാണ്? പിന്നെ അവർ പ്രസംഗിക്കാൻ കൺവെൻഷനിലൊക്കെ പ്രസംഗിക്കാനും വിളിക്കുന്നത് ആരെയാണ്? ശശികലയും അതുപോലെയുള്ള ആളുകളെ. അങ്ങനെയുള്ളൊരു ചിന്താഗതി അമേരിക്കയിലൊട്ടാകെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അവരെയൊക്കെ വിഷമത്തിലാക്കുന്നതാണ് ഈ തീരുമാനമെന്ന് പിന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതിനു പുറമെയാണ് നാനാഭാഗത്തു നിന്നും ഹിന്ദുക്കൾക്കെതിരെയും ഇന്ത്യക്കാർക്കെതിരെയുമുള്ള ശക്തമായ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ, ഹൂസ്റ്റണിലെ ഹനുമാൻ പ്രതിമ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെതിരെയെല്ലാം അതിശക്തമായ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ ഇതൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഹിന്ദുക്കൾ ഇവിടെ അതീശത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പം ഫ്ലോറിഡയിലെ ടാംബ ബേ കൗൺസിലർ അങ്ങേര് ചാൻഡലർ അങ്ങേര് പറയുന്നത് 30 വർഷം മുമ്പ് ഇന്ത്യക്കാർ അങ്ങനെ കാര്യമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. പിന്നീട് ഇവരിങ്ങനെ വന്നു ചാടി. അവരുടേതായ രീതിയിൽ ഈ രാജ്യത്തിന് പ്രത്യേകിച്ച് നന്മകളൊന്നും ചെയ്തിട്ടുള്ള ആളുകളല്ല. അതുപോലെ തന്നെ ഈ രാജ്യത്തോട് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല. പൈസ ഉണ്ടാക്കുക, അതൊഴിച്ച് മറ്റൊരു കാര്യത്തിൽ അവർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അങ്ങേര് പറഞ്ഞത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. ഈയിടയ്ക്ക് അങ്ങേര് വേറൊന്നുകൂടി പറഞ്ഞു, ഈ 5 മില്യൺ ഇന്ത്യക്കാരുണ്ട്, അതിൽ 1 മില്യൺ ഇല്ലീഗൽസാണ്. ഈ 5 മില്യനെയും പുറത്താക്കണം എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെയുള്ള ആളുകളും സുലഭമായിട്ട് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സംഘപരിവാറിന് ദോഷമായിട്ടുള്ള പല കാര്യങ്ങൾ സംഭവിച്ചത് നമുക്കറിയാം. ഒന്ന് മാംദാനിയുടെ ഇലക്ഷൻ. ഈ മാംദാനി ജയിക്കാതിരിക്കാൻ ഈ സംഘപരിവാർ അനുകൂല സംഘടനകളൊക്കെ അതിശക്തമായിട്ട് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ അങ്ങേര് പാട്ടും പാടി ജയിച്ചു. അതൊരു വലിയ തിരിച്ചടിയായിപ്പോയി. പിന്നെ ഉണ്ടായത് ഈ ഇല്ലിനോയിലെ സെനറ്റർ, ഇല്ലിനോയിലെ കോൺഗ്രസ്മാൻ രാജാ കൃഷ്ണമൂർത്തി, അദ്ദേഹം US സെനറ്റിലേക്ക് മത്സരിച്ചു. അപ്പോൾ അദ്ദേഹം ജയിക്കുമെന്ന് നമ്മളെല്ലാവരും ജയിക്കണമെന്നും നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ്. പക്ഷേ അങ്ങേരൊരു ഈ സംഘപരിവാർ അനുകൂല നിലപാടുകൾ പല കാര്യങ്ങളിലും എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഒരാൾ ജയിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം ജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയായിരുന്നു നമുക്കെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം തോറ്റുപോയി. ആ സെനറ്റിലേക്കുള്ള മത്സരത്തിൽ അദ്ദേഹം തോറ്റുപോയി. ഇനിയിപ്പോൾ ഈ ടേം കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസ്മാൻ എന്നുള്ള ആ അംഗത്വവും ഇല്ലാതാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതും ഒരു വലിയ നഷ്ടമായിപ്പോയി. അതിനു പുറമെയാണ് ഇപ്പം ഈ ഒഹായോയിലെ വിവേക് രാമസ്വാമി ഗവർണറായിട്ട്. അപ്പോൾ അങ്ങേര് പാട്ടും പാടി ജയിക്കുമെന്നാണ് നമ്മളെല്ലാവരും ആദ്യം കരുതിയിരുന്നത്. കാരണം അന്ന് മാഗാ റിപ്പബ്ലിക്കൻസ് അതിശക്തമായിട്ട് നിലകൊള്ളുന്ന സമയമാണ്. പ്രസിഡന്റ് ട്രംപിൻ്റെ ശക്തമായ പിന്തുണയുണ്ട്. അതിന് പുറമെ ഇങ്ങനെ കാര്യപ്പെട്ട പോസ്റ്റൊക്കെ ഫെഡറൽ തലത്തിലുണ്ടായിരുന്നു. അതൊക്കെ വിട്ടിട്ടാണ് ഇങ്ങനെ ഗവർണറാകാനായിട്ട് വന്നത്. പക്ഷേ ഇപ്പോഴ് അങ്ങേര് 2ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇന്ത്യാവിരോധം അല്ലെങ്കിൽ ഇന്ത്യൻ സംഘടനകളോട് ഇന്ത്യക്കാരോടുള്ള ഒരു വിരോധം ശക്തമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹം ഈ രാമസ്വാമിയുടെ കാര്യത്തിൽ അദ്ദേഹം ശക്തമായിട്ട് താൻ ഹിന്ദുവാണെന്നും തൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഹിന്ദുക്കളാണെന്നും മക്കളെയൊക്കെ ഹിന്ദുക്കളായിട്ട് തന്നെയാണ് വളർത്തുന്നതെന്നും പറയാൻ ധൈര്യം കാട്ടിയ ആളാണ്. ഒന്നും ഒളിച്ചു വയ്ക്കാതെ അങ്ങനെ സുതാര്യമായിട്ട് വന്നയാളാണ്. പക്ഷേ അതിനെതിരെയും ഈ തീവ്ര വലതുപക്ഷത്തു നിന്നുള്ള ആളുകൾ രംഗത്ത് വന്നു. അപ്പോൾ ഇങ്ങനെ ഈ നാനാവിധത്തിൽ നമുക്കെതിരെ ആക്രമണങ്ങളുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ കൂടിയാണ് ഈ പ്രശ്നവും വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി അറിഞ്ഞിരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ്. RSSനെതിരെയൊക്കെ ശക്തമായ നിലപാട് ഉണ്ടായിക്കൂടാഴികയില്ല, ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ ഈ കമ്മീഷൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ അത് പല രീതിയിൽ സ്വാധീനിക്കപ്പെടും, പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴും അത്യാവശ്യമാണ് താനും.